പാത്തും പതിക്ക് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ല. ചില കള്ളന്മാരെ പോലെ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് പറ. ഈ പവർ കട്ട് നമ്മളെ പോലുള്ള ഭയങ്കര അനുഗ്രഹമാണ്. അതറിഞ്ഞുകൊണ്ട് ആമ്പിള്ളേർ അതിന്റെ ദൈർഘ്യവും കൂട്ടി തന്നിട്ടുണ്ട്. എന്തൊരു കൃത്യനിഷ്ഠത! കൃത്യസമയത്ത് പോകുന്നു, കൃത്യസമയത്ത് വരുന്നു. ആ ഗ്യാപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഇന്ന് അങ്ങനല്ല. നമ്മുടെ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും ഞാനിവിടെ വ്യത്യസ്തനാവുകയാണ്. അതായത് ആശാന്റെ ഫിലോപ്പസി വേറെയാണെന്ന് അർത്ഥം. ഫിലോപ്പസി അല്ലടാ, ഫിലോചപ്പി. ഇന്നത്തെ ജോലിക്ക് വെളിച്ചം വേണം. വെളിച്ചത്ത് മോഷ്ടിക്കാനോ? ആശാന്റെ തലക്ക് വട്ടുണ്ടോ? വട്ട നിന്റെ അപ്പന്. ഏതായാലും കുളിച്ചു, ഇനി നനഞ്ഞു കയറാം. ഉണങ്ങ് ഉണങ്ങ്. മുതലാളി അവനെ കാണാനില്ല. അതിപ്പോ ഞാൻ ഇത് പൊട്ടന്മാർക്ക് കളിക്കാനുള്ള സാധനമല്ല. ബില്ല എന്ത് പണ്ടാലും വെറുതെ ബില്ലടിക്കണ വിഷം കേടാക്കി. പണം തന്നിട്ട് പോണോ? പണം തരാനോ? ഇവിടെ ഇയാൾക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല. പൊട്ടനാ. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും. പക്ഷെ ഞാൻ പൊട്ടനല്ല. ബില്ലടിച്ചാ പണം തരണം. ഇല്ലെങ്കിൽ ഞാൻ അടിക്കും. എന്താ പറഞ്ഞത്? എന്തുണ്ടാക്കുന്നു? ആരടിക്കുന്നു? ഞാൻ ഇയാളെ അടിക്കുന്നു. ആര്? ഇയാളെ. വേണ്ടടാ, വെറുതെ തല്ലുകൊള്ളണ്ട. ചേട്ടാ, ഈ പണ്ടാരക്കാലം തൊട്ട കാശ് പോക്കാണല്ലടാ. മുതലാളി അവനെ പിന്നെയും കാണാണ്ടായി. നീ വിശ്രമിക്കാൻ പോടാ, പോയി നോക്കടാ. ഓഹോ, കയറ് കാറ്റി പേടിപ്പിക്കുന്നു. എടാ, ഈ ഡിറ്റക്റ്റീവിന് കയറൊരു പ്രശ്നമല്ലടാ. നീ കണ്ടോ? കെട്ടല്ലേ? അയ്യോ കെട്ടല്ലേ? എടാ ശ്വാസം മുട്ടണ്. ആട്ടച്ചാക്കിന്റെ ഒത്തുകൊള്ളാം. വലിയ കെട്ടല്ലേ? എടാ കെട്ടഴിച്ചിട്ട് പോടാ. അയ്യോ എടാ കെട്ടല്ലേ? നോക്കള്ളപ്പോഴാണോ കയറ്? അയ്യോ പിന്നെ വിളിക്കാം. മണി 11 എനിക്ക് കോടതി പോണം. എന്താണ് സാർ കേസ്? അതൊരു തല്ല് കേസാ. സാറിന്റെ കേസല്ല, OPS സാറിനെ കണ്ട കാര്യം എന്താ? ഒരു പ്രമാദമായ കേസ് പുള്ളി ഏൽപ്പിക്കാനുണ്ട്. രാവിലെ അലവലാതി പെണ്ണ കടി കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഒരു കാര്യവും നടക്കൂലെന്ന്. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്നാണ് ഇറങ്ങിക്കോളൂ. അമ്മേ ഇവിടെ വാടാ. നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണമെന്ന്. ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ ദേ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് 50 രൂപ എടുത്തു തന്നു. 15 രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു. ബാക്കി 35 രൂപയുടെ ഐറ്റംസ് ഇതേ കയറ്റിക്കൊണ്ടിരിക്കുന്നു. നീ എന്തിനാ ഇതിനൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പോയത്? എവിടെയെങ്കിലും പോയി പണ്ടാരം കേട്ടോ. അപ്പൊ ഞാൻ പട്ടിണിയായി പോവില്ലേ? അത് ശരി. ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം. അത് അവള് കൊണ്ടേ കളഞ്ഞോളൂ. എന്ത്? ഈ ഇലയും വേസ്റ്റും ഒക്കെ അല്ലേ? എടാ, ഈ പെണ്ണിനെ കൊണ്ടേ കളഞ്ഞേക്കണമെന്ന്. നീ ഒരു 10 രൂപ കണ്ടെന്ന് കിട്ടേണ്ട ബസ്സിൽ കയറ്റി വിട്ടോളാം. എന്റെ 5 പൈസയില്ലേ? കള്ളം പറയരുത്. മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. നീ എന്റെ തലയെ കൈ വെച്ച് സത്യം ചെയ്തേ. എന്റെ കയ്യിൽ 5 പൈസ ഉണ്ടെങ്കിൽ നീ ചത്തുപോട്ടെ. ഞാൻ ചത്തുപോട്ടെ എന്നല്ലേ? എനിക്കിപ്പോ വിശ്വാസം നിന്റെ ഈ കാശുണ്ടെന്ന്. ചേട്ടാ സത്യമായിട്ട് എന്റെ പൈസ ഇല്ല. എടാ എന്റെ 5 പൈസ ഇല്ല. എടാ എനിക്ക് വിശ്വാസം. എന്റെ അമ്മോ, എല്ലാ കറികളും ഞാൻ തന്നെ നിന്നുണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? കൊളവായോ? ഇതുവരെ ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അയ്യോ, കൊളായിന്നല്ല, കൊള്ളാന്നാ പറഞ്ഞത്. അമ്മയ്ക്ക് ചെവി വെച്ചിട്ടില്ല. ചെവി വെച്ചിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? അതല്ലെന്ന്, ആ മൈക്ക് ഇട്ട് ചെവി വെച്ചില്ല. അത് മൈക്കല്ല, ഇയർഫോൺ. ഓ, അതിന്റെ പേരിപ്പൊ മാറ്റിയോ? ഞാൻ അറിഞ്ഞില്ലേ. ഇയർഫോൺ വെച്ചില്ല. ഓ, ഞാനതങ്ങ് മറന്നു. കറികളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. മാഡത്തിന്റെ കൈപ്പുണ്യം അപാരം. നോക്കി നിൽക്കാതെ നന്നായിട്ട് അങ്ങോട്ട് വിളമ്പി കൊടുക്കടാ. കൊടുക്കാനുള്ളത് ആവശ്യത്തിന് ഞാൻ വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഇത് ഇവരുടെ ലാസ്റ്റ് സപ്പർ ഒന്നും അല്ലല്ലോ. ഹയർ കഴിക്കുന്നില്ലേ? അവിടെ ഞാൻ കൊടുത്തോളാം, സാറ് കഴിച്ചാട്ടെ. ഇതൊരു മോര് കണ്ട ഇങ്ങനെ ഇനി മാറി കാലെ കൊണ്ടതാ. എന്താണ് എലി? എലി എലിയല്ലടാ, പുലിയ. ഓടരുത്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചത്? അതാണ് എനിക്ക് ഭ്രാന്താ. എന്റെ ജീവിതം തകർത്ത എലിയെ വകവരുത്തിട്ട് ഇനി വേറെ കാര്യമുള്ളൂ. ഈ ലിവർ കിട്ടിയിട്ട് വേണം വണ്ടി എടുക്കാൻ. ഇതേ ലിവർ കൊണ്ടുപോകണം. എലിയുടെ ലിവർ എനിക്കും തകർക്കാൻ. ഇത് കളക്ടറേറ്റ് റോഡാണ്. കളക്ടറേറ്റ് റോഡിൽ വെച്ച് എലിയെ കൊല്ലാൻ വേണം നിയമമുണ്ടോ? ജാം. ജാമോ? അതും അവൻ തിന്നു. ആ ജാമല്ല, ട്രാഫിക് ജാം. നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. അന്ന് നിന്റെ മോന്തയുടെ ഷേപ്പ് അടിച്ച് മാറ്റിയ CI വീരപ്പൻ കുറിപ്പാടെ കലിതുള്ളി ആർക്കാണ് ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല. ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. എന്താ നിന്റെ പേര്? രമണൻ. മാരാളനോ?
നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണിനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കേ. എന്റെ അമ്മോ, ബാറ്റ കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. ഇതൊക്കെ പഴയതാ. ഇതിൽ ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം. പിന്നെ കാലുകളിൽ കയറി കുറെ പുറത്തു പോയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു വരും. ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റ ആഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും. ഒന്ന് സഹായിക്കടാ. ഏയ്, അത് പറ്റില്ല. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം. അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം. ഇല്ലെങ്കിൽ ബെൽറ്റിന് അടി കൊള്ളും. ആഹാ, അത്രക്കായ എങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കഴിയുള്ളൂ. എത്ര വയസ്സായി? കഴിഞ്ഞ ചിങ്ങത്തിൽ 37. നിന്റെ കാര്യമല്ലോ ചോദിച്ചത്, പെങ്ങടാ. കുട്ടിക്ക് 25 വയസ്സായി. കണ്ടാൽ അത്രയും തോന്നൂലല്ലേ സാറേ? ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്താശുപത്രി നിന്ന് ജയിലും ചാടി അല്ല സെല്ലും ചാടി ഇവിടെ വരും. ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും പറയാറുമില്ല. ഐ എം സോറി. ദൈവം ആ കുട്ടിക്ക് നല്ലത് വരുത്തട്ടെ. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീ. ഞാനാ ഉണ്ണി. അപ്പൊ പിന്നെ ഞാനാരാ? ഇത് ഞാനാ സുന്ദരൻ. ഇതെന്തേത്? ഞാനൊരു ബൈക്കിന്റെ പുറകെ കയറി ടാങ് ചെയ്ത് പോയില്ലേ, അതൊരു ചാണാക്കുഴിയിലേക്കായിരുന്നു. ഇതെന്താ മൂക്കിൽ പഞ്ഞി? ഇത് സ്മെല്ലടിക്കാതിരിക്കാനാ. നമ്മുടെ ബസ് അവിടെ. ചേട്ടാ നിന്നാ ചായ കുടിച്ചിട്ട് മിണങ്ങിക്കോ. അതുകൂടെ മൂണങ്ങ്. ഹോർലിക്സിൽ ബോൺവിറ്റാലിക്ക് കൊടുക്കാൻ. എല്ലാം 2 പ്ലേറ്റ് എടുത്തോട്ടാ. എന്റെടാ അത് തിന്നോ. ഓ കിട്ടി സാർ, കിട്ടി. ഇതാണ് സുന്ദരൻ. ഇവനെയാ സുന്ദരാന്ന് വിളിച്ചത്? വണ്ടി എടുക്കടാ. വണ്ടി ഞാൻ എടുത്തോളാം. ആരുടെ പുറകിൽ അടിച്ചത്? ആരടാ? നീയാണല്ലേ? എന്താണ് ഇത്? കേറുമ്പോ ബാക്കിൽ നിന്ന് വിളിക്കല്ലേ. നീ എന്താടാ വണ്ടി പൊളിച്ചെടുക്കുന്നു? ഇപ്പൊ ശരിയാക്കാം സാർ. വാതില് വണ്ടി എടുക്കടാ. ഒന്ന് മാറണോ? എന്താടാ? വണ്ടി ഓഫായി പോയി. മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ. എന്റെ പേര് തങ്കക്കുട്ട. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. എന്നാലേ പാട്ടും പാടി നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോകാൻ നോക്ക്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കാന്ന് പറയാമോ? അത് കണ്ടുപിടിച്ച് മരുന്നടിക്ക്. അതല്ലേ തന്റെ ജോലി. അല്ല, ഈ കിണർ ഏത് ഭാഗത്താ? കിണർ ഇതാണ്. ഇതിന്റെ പരിസരത്ത് അടിച്ച് കൊതിനെ കൊല്ലുക. കഴിഞ്ഞോന്നോ? എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാൽ മതി. 100 മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഗുണം ചെയ്യും. മനസ്സിലായോ? അതേ കണ്ടോ, മാങ്ങ വീണു. അതാണ് തങ്കക്കുട്ടൻ. മാറ്റട്ടെ. മരുന്ന് ഗുണം ചെയ്തു. ഇപ്പഴാ തങ്കക്കുട്ടനായത്. ഉണ്ടോ? ഇപ്പൊ കുറവാ. കഴിഞ്ഞ കൊല്ലം ഗുരുവായൂർ നാടകം കളിക്കാൻ പോയപ്പോ ബസ് ഒന്ന് മറിഞ്ഞു. 3 മാസം ആശുപത്രിയിലായിരുന്നു. ഈ കാണുന്ന തണ്ടും നെടിയൊക്കെ ഉള്ളൂ. അകം മുഴുവനും പഞ്ചറാ. ഇവൻ ഏതാ? കൊക്കോ. കണ്ടിട്ട് നിർണായയുടെ ലുക്ക്. അതെങ്ങനെ കണ്ടു? ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും. കുഞ്ഞമ്മയുടെ മോളും ഗ്യാപ്പ് കളിക്കാൻ പോകും. ഇപ്പൊ തീരം കളിയാ ബോംബേലി നാടകേ. സുശീല ഷട്ടപ്പ്. ഇവളുടെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. കേട്ടിട്ടുണ്ടാവും, കൈനകരി ധർമ്മൻ. ഞങ്ങള് തട്ടേ വെച്ചാ പ്രേമിച്ചത്. അങ്ങേര് തട്ടേ വെച്ചാ മരിച്ചതും. ഡയലോഗ് തൊണ്ടേ കുടുങ്ങിയായിരിക്കും മരിച്ചല്ലേ? ഇവനെ എത്ര നേരമായി നമ്മൾ ഓട്ടം തുടങ്ങിയിട്ട്? അല്പം റെസ്റ്റ് എടുത്തിട്ട് ഓടിയാ പോരെ? ശരിയാ, എത്ര നേരം നമ്മൾ ഓട്ടം തുടങ്ങിയിട്ട്. അല്പം റെസ്റ്റ് ചെയ്തിട്ട് ഓടാല്ലേ? അതിരിക്കട്ടെ, എവിടെ നിങ്ങളുടെ വീട്? ബോംബെയില്. ബോംബെയിലാ? ബോംബെയിൽ ഞാൻ കുറച്ചാളുണ്ടായിരുന്നു 1983-ല്. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോന്നു. യോ, സമയം ഒരുപാടായി. എന്നാ നമുക്ക് ഓടാം. എന്നിട്ട് ഓടിക്കരുത്.
എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ തോണ്ടി നാക്കിന്റെ മർമ്മത്ത് തേക്ക്. അയ്യ എന്തു ചെയ്തത്? ഇത്തിരി സോഡ കൂടി. എന്റെ അച്ഛന്റെ അച്ചാറ് മിലിറ്ററിയാണ്. അപ്പൊ ഇല്ലാത്ത വെടിവെച്ചൊക്കെ കേൾക്കും. വിശ്വസിച്ചേ പറ്റൂ. അത്ര അടിപൊളി സെറ്റപ്പിലാണ് അവൻ. 1-2 പേരല്ല, 100 പേരാണ് അവന്റെ ഓഫീസിൽ അവന്റെ കീഴിൽ ജോലി ചെയ്യുന്നത്. സംശയം ഉണ്ടെങ്കിൽ കത്ത് വായിച്ചു നോക്ക്. അവനടുത്ത് ആരാണെന്ന് അറിയാമോ? ഇല്ല. മാനേജർ, മുതലാളിയുടെ അടുത്ത ആളാ. അവൻ അറിയാതെ ആ മുതലാളി അവിടെ ഒരു കാര്യവും ചെയ്യില്ലെന്ന്. പിന്നെ കമ്പനി വക വലിയ ബംഗ്ലാവ്, കുറെ ജോലിക്കാർ, AC കാർ, കുറെ പാടാ. പിന്നെന്ത് വേണം? ടൈം വാച്ചില്ലടാ. അതല്ലടോ അവന്റെ സമയം. അവന്റെ സമയം. എടാ തുളസി, ഈ പുഷ്കരൻ അവനെ പ്രത്യേകം ചോദിച്ചെന്ന് പറയണം. എനിക്ക് വയ്യ ഈ പുഷ്കരനെ. എടാ അതൊക്കെ ചോദിക്കാൻ നേരമുണ്ടാ? തിരക്കല്ലേ? പിന്നെ ഞാൻ പറഞ്ഞു നോക്കാം. നീ എപ്പെത്തി? ഞാൻ 10 മിനിറ്റായി വന്നിട്ട്. ആ മാരണത്തിന് എവിടെ കൊണ്ടേ കളഞ്ഞേ? ഓ ഒന്നും പറയണ്ട. ഇവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാളെന്ന് കേട്ടത്. ജെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്നിറങ്ങിയപ്പോ ജനസമുദ്രം. ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുർബാന കാണിച്ചു തരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റിവിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങി. ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് കയറ്റി വെക്കും എന്റെ ഈശ്വര. പിന്നെ മാതാവിന്റെ അടുത്താണല്ലോ കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെ ഇടയും കുത്തിയിരിക്കുന്നു. ഈ ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും. നീ എവിടെ ഇറച്ചി? അല്ല, ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും പറഞ്ഞതാ. ഞാനൊന്നും തിന്നില്ലേ. ഇനി അത് കുത്തി ചോദിക്കും. കുത്തണില്ല. അമ്മോ, നീ വല്ലതും കഴിച്ചോ? ബ്രെഡും പഴവും. ബ്രെഡും പഴവും അതൊക്കെ ഗ്യാസാണ്. ഗ്യാസാ? അപ്പൊ പിന്നെ ഇതും വേണ്ടായിരിക്കുമല്ലോ. അത് വേണ്ടാന്ന് പറയോ? ഇത് ഗ്യാസിന് നല്ലതാ. അതിന്റെ 3/4 ഭാഗം എനിക്കാട്ടോ. സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിനക്കെന്നോട് സ്നേഹമുണ്ട്. സ്നേഹം കൊണ്ടൊന്നല്ല, ആ ജന്തുവിനെ കൊണ്ടേ കളഞ്ഞാലുള്ള സന്തോഷത്തിനാ. നമസ്കാരം. ഈ സദാശിവൻ കൈമളുടെ വീടല്ലേ? എന്താ? സദാശിവൻ കൈമൾ ഒന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി. ആള് ഞാനാ. കണ്ടില്ലേ? കണ്ടു. എന്നാ പോയിക്കോ. ഓക്കെ, താങ്ക് യു. അല്ല, ഞാനൊരു കാര്യം അറിയാൻ വന്നതല്ലേ. നീ ഏതാടാ? രമണൻ. ഏത്? ചെങ്ങമ്പുഴയുടെ രമണനോ? ചങ്ങമ്പുഴയോ? എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ? ഞാൻ ക്ലോസ് ആയിപ്പോയ ഉണ്ണിയുടെ മരിച്ച ഫ്രണ്ടാ. മരിച്ച ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ടാ. നിനക്ക് വല്ല അസുഖമുണ്ടോ? ഞങ്ങള് ഫ്രണ്ടുക്കളാ. സുന്ദര, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായേ മറുപടി പറയാവൂ. ഉണ്ണികൃഷ്ണ, നിന്നോട് ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടാ ഉണ്ണികൃഷ്ണ? നീ അതൊക്കെ അവിടെ നിർത്തിയേ. എടാ, ഒരു ആലിലയിൽ കിടക്കും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും നീല നിറത്തിലുള്ള വേണ്ട എല്ലാം മാക്കി വെണ്ണ കട്ടു തിന്നുന്നവൻ പ്രസിഡന്റ് വിഷ്ണു. നിർത്തടോ. ഭൈരവ, കൊടുകൈ അറിഞ്ഞടാ. എല്ലാം ഞാൻ അറിഞ്ഞു. നീ ഭാഗ്യവാനാ. മനസ്സിൽ നന്മയുള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. നീ എന്തറിഞ്ഞു? ഇരുന്ന ഇരിപ്പിലല്ലേ 3.5 കോടി ഒരു കിളുന്ത് പെങ്കൊച്ചും കയ്യിൽ വന്നത്. ഇനിയിപ്പൊ തിരുവാഭരണം തിരിച്ചെടുക്കാൻ എന്താ പാട്? എന്തിനു തിരുവാഭരണം മാത്രമായിട്ടാക്കണോ? ഒരു ക്ഷേത്രം തന്നെ പണിത് കൊടുത്താലോ എന്ന് ആലോചിക്കാൻ ഞാൻ. അത്രയ്ക്ക് വേണ്ട. അതിരിക്കട്ടെ. എവിടെ നിന്റെ ലക്ഷ്മിക്കുട്ടി? അവളെവിടെ? കാണാൻ എങ്ങനെ സുന്ദരിയാണോ? നിനക്ക് ചേരുവോ? എന്നേക്കാ കൂടുതൽ ചേരുന്നത് നിനക്കാ. നിന്റെ ഈ താടി പോലെ തന്നെ അവളുടെ മുടിയും. ഭൈരവ, സത്യം ഞാനൊന്ന് തീരുമാനിച്ചടാ. എനിക്ക് 3.5 കോടി മതി. ലക്ഷ്മിക്കുട്ടിയെ നീ എടുത്തോ. എവിടെ കക്ഷി? ആലിന്റെ പുറകെ എന്നോട് പിണങ്ങിപ്പോയി നിൽക്കുക. കരയില്ല വിഷ്ണു. ഞാൻ നിന്റെ ആരാന്നറിയോ? അത് മറക്കരുത്. ചാവിട്ടി കൂട്ടി ഞാൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത ഈ നാട്ടില് ഇങ്ങനെയുണ്ട് ഒരു പഠിത്തം. ഇക്കൊല്ലെങ്കിലും അവൾ എങ്ങനെയെങ്കിലും ഒന്ന് 10 തികഞ്ഞ് കണ്ടാ മതിയായിരുന്നു. ഈശ്വര, എന്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണേ. 100 ആയിസ സാറിന്റെ പേര് പറഞ്ഞ് നാക്ക് പാത്തേക്ക് ഇട്ടുള്ളൂ. ആ നാക്ക് ചവിട്ടി പുറത്തേക്കിടാനാണ് ഞാൻ വന്നത്. മുഖത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് കരിയും തേച്ച ആളെ മനസ്സിലായില്ലെന്ന് വിചാരിച്ചു. മണ്ണെണ്ണ കൊടുക്ക. വെള്ളം തൊട്ട് തുടച്ചാലും പോകും. ഹലോ 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 ഹലോ. വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. ഞങ്ങൾ തന്നെ തല്ലാൻ വന്നതാ. തല്ലാനോ? എന്തിന്? എന്തിന് ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ. അതെ, ഞങ്ങൾ അങ്ങോട്ട് 2 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാ മതി.
എന്താണാവോ നിങ്ങളുടെ ചോദ്യം? പറയാം. ആനയുടെ മർമ്മം എവിടെ? ആനയുടെ മർമ്മം മസ്തകത്തിൽ. അപ്പൊ തന്റെ മർമ്മം എവിടെ? എന്റെ മർമ്മവും എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാം. നീ തല്ലിയാ? ഇതെന്താ കാവടിയാട്ടോ? എന്റെ ബാപ്പ പണ്ടൊരു കാവടിയാട്ടക്കാരനായിരുന്നു. എന്റെ അമ്മോ, ആ പള്ളിയിറക്കം കഴിഞ്ഞാ അവനിങ്ങോട്ട് വന്ന മുമ്പേ പടിയറിയിക്കോ. ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. വേ സ്ഥലം വിട്ടോ. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ആ ബുക്കാറ ട്രെയിന്റെ സമയമൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ബുക്കാറല്ല വീട്. കൈവച്ച് ബുക്കാറോ എന്ന് പറഞ്ഞ ആ സാധാരണ ഞങ്ങൾക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറ. ചിന്നക്കുട്ടി വയറ്റി കൈവച്ച് ചിന്നക്കുട്ടി എന്ന് പറഞ്ഞ ഗർഭാണോ? ദൈവമേ, അവൻ വന്ന ഈ ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും. 5-6 രോമം എന്റെ തലേന്ന് പോയെന്ന് വിചാരിച്ച് എനിക്ക് കെട്ടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പോയ 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 ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു. ഓഹോ, ഓ കാണാതെ എത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊള്ളുത്തറാ? ഞാൻ ദൈവനെ എറിഞ്ഞത്. ഈ മിണ്ടാപ്പുറാണിയാണോ നീ എറിഞ്ഞത്? എടാ എറിയടാ, അവന്റെ മോന്തയ്ക്ക് തന്നെ കൊള്ളണം. ദേ ദേ ഈ ഭാഗത്ത് എറി. ഒന്ന്. ദേ, ദേ, ആ. അയ്യോ ഭയങ്കര തണുപ്പെണ്ണ. വെറുതെ കളയണ്ടെന്ന് വെച്ച് തിന്നാനെണ്ണ എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. ഇത് വേണ്ടെണ്ണ. ഷുഗറാ ഷുഗർ. അണ്ണൻ പൊട്ടിക്കണ്ണ. പൊട്ടിച്ചിട്ട് നമ്മള് കഴിച്ചില്ലേ കാശ് എടുക്കണ്ടേ? എന്തരണ്ണ അങ്ങനെ പറഞ്ഞു കളഞ്ഞ? കുപ്പിയോടെ വയറ്റി പോവും. അണ്ണൻ പൊട്ടിക്കും, ബാക്കി ഞാൻ നോക്കാം. എന്നെ കൊണ്ട് അണ്ണാ ഇവിടെ കപ്പയും മീൻ കിട്ടുവോ? കപ്പയും മീനോ? ഇത് ഐസ്ക്രീം പാർലർ അല്ലേ? ഇന്നാള് ഭോപ്പാലിൽ കപ്പ കഴിച്ച് എത്ര പേരെ മരിച്ചെന്ന് അറിയാമോ? അണ്ണ കക്ക കിട്ടുവോ? നീറ്റാനാ? അല്ല തീറ്റ. കക്കേ? അല്ല കക്ക കിട്ടും. ഷാപ്പില് എണ്ണ വരാണ. നിങ്ങൾക്കൊന്ന് വീശേറുവായി ഞാൻ അവിടെ ഇരിക്കി. നീ അവിടെ ആ വീട്ടിൽ എന്താ കാണിച്ചു കൂട്ടിയത്? എന്താ ഞാൻ നന്നായിട്ട് അഭിനയിക്കണില്ലേ? പിന്നെ ഇക്കാര്യത്തിൽ മാത്രമുണ്ട്. എന്റെ അഭിനയത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, കേരളത്തിലെ അമ്പലപ്പറമ്പുകളിൽ പോയി അന്വേഷിച്ചു നോക്ക കല്ലമ്പല കരങ്ങൾ ആരെന്ന്. കേട്ടാ? മനസ്സിലായ? പണ്ടേ വർത്താനം പറയരുത് കേട്ടാ. നീ എന്തോ ചെയ്യണത്? കുടലിന് ബ്ലോക്ക് ഉണ്ടോന്ന് നോക്കിയതാ. കുടിക്കുന്നവർക്ക് തടസ്സം ഉണ്ടാവരുതല്ലോ. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. അതാണ് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ബസ് എന്നിട്ട് അലക്കാൻ പറ്റണല്ലോ, ഇത്തിരി ചോറ് തരുമോ? ഓ ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ ചോർ. ആ ചോർ. Yes, I am ചോർ, no കഞ്ഞി. അച്ചാറെങ്കിൽ അച്ചാറ്. ചോറ് ഇത്ര ദൂരെ കൊണ്ട് വെച്ചേക്കണം. ഒരാൾക്കുള്ള ചോറേ ചോറ് ചോറേ. വിട്ടോ വിട്ടോ വിടോ. സുട്കേസായിട്ട് പോണില്ലേ? അവര് പോയ പോ. ഇയാളെ മണ്ണ ബുദ്ധിയാണോ? പോണ പോലെ പോട്ടെ. ഇത് പോയില്ലേ? എടോ ചോക്കിന് കീഴടങ്ങുന്നതാണ് നല്ലത്. നിൽക്കാൻ മിസ്സിംഗ്, പിന്നെ മിസ്സിംഗ്. തീപ്പെട്ടി കൊടുക്കേ, കൂമ്പിനിട്ടിടിക്ക്. എന്തിടിയാണോ നീ ഇടിച്ചത്? എനിക്ക് നന്നായിട്ട് വേദനിച്ചേട്ടാ. സാറല്ലേ ഇടിക്കാൻ പറഞ്ഞു. നീ എന്താടാ പറഞ്ഞത്? MG റോട്ടിൽ കുനിച്ചു നിർത്തിയിട്ട്? ഓഹോ, അത് എക്സ്ക്യൂസ് മീ, ഈ MG റോഡ് എന്നുള്ളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഹൈക്കോടതി ജംഗ്ഷനിൽ കുഴപ്പമൊന്നുമില്ല. ആ
കുനിച്ചിരുത്തി കൂമ്പിലിട്ടിടിച്ചിട്ട് പിന്നെന്താണ് പറഞ്ഞത്? എന്റെ പൊന്നു സാറേ ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു ഉണ്ണി മറന്നുപോയതാ. കുനിച്ചിരുത്ത് കൂമ്പനടിച്ചിട്ട് ബാക്കിൽ മണ്ണെണ്ണ വെച്ചിട്ട് തിരി എവിടെ ഇടുന്നു പറഞ്ഞു. അത് ഞാൻ മറന്നുപോയി. എവിടെ ഇടുന്നു പറഞ്ഞത്? വായിൽ. ഓർമ്മണ്ട്. കത്തിക്കടാ, ഒഴിച്ച് കത്തിക്കടാ. നീ എന്താണ് താളം പിടിച്ച് കളിക്കേ? അതവന്റെ കൈ വരച്ചട്ടാ. പോലീസ് എന്ന് പറഞ്ഞ അവന് പണ്ടേ പേടിയാ. അപ്പൊ നിനക്കോ? എനിക്ക് ജനിച്ചപ്പോഴേ പേടിയാ.